അസ്സാം വലൈക്കും. ഞാൻ ജസീല വിജെ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് യൂട്യൂബിൽ. അപ്പം ഞാൻ ഇന്ന് കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് നോമ്പായതുകൊണ്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാറില്ല. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മോളെ അംഗനവാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യണം. കാരണം എൻ്റെ മോളെ അംഗനവാടി വിട്ടിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ ടീച്ചർ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അവരുടെ കൂടെ ജോലി ചെയ്യണ ഒരു ടീച്ചർ മരിച്ചുപോയി. പക്ഷെ അവർക്ക് ഇന്നും സെന്റർ തുറക്കണം. മാത്രമല്ല അവര് ജോലി ചെയ്യുന്ന അംഗനവാടി വരെ, അതായത് ആ മരിച്ചുപോയ ടീച്ചറുടെ അംഗനവാടിക്ക് വരെ ഒരു ഒഴിവില്ല. ശരിക്കും കേട്ടപ്പോൾ ഭയങ്കര വിഷമായിട്ട്. സില്ലി കേസാക്കി വിടുന്നവരുണ്ടാവും, പക്ഷെ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാര് എന്തെങ്കിലും ഒരു മുടക്ക് ഉണ്ടാവില്ലേ ഇങ്ങനെ ആയാലും, അല്ലെങ്കിൽ വേണ്ടതായിരുന്നു. നിങ്ങളെ അഭിപ്രായം എന്താ ഇതിനെപ്പറ്റി? ശരിക്കും പറഞ്ഞാൽ ഒരു ലീവൊക്കെ കൊടുക്കായിരുന്നല്ലേ, അവർക്കൊന്ന് പോയി. ഇത്രയും സങ്കടം ഉണ്ടാവില്ല, കൂടെ ജോലി ചെയ്തവരല്ലേ. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ലീവ് ഇല്ലെങ്കിലും അവരുടെ സെന്ററെങ്കിലും ആ വാർഡ് മുടക്കിയില്ലെങ്കിലും, വാർഡിലെ അംഗനവാടികൾ മുടക്കിയില്ലെങ്കിലും ആ വ്യക്തി ഇത്രയും വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്ന ആ ഒരു സെന്ററെങ്കിലും മുടക്കായിരുന്നു. അങ്ങനെയല്ലേ? അതൊരു ഇമോഷണലി നോക്കുമ്പോൾ വർക്ക് മാത്രമല്ലല്ലോ, മനുഷ്യന്മാരെ ഇത്തിരി ഇമോഷണലായിട്ടും കൂടി ചിന്തിക്കണ്ടേ. ഞാൻ പറയണതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അർഹതപ്പെട്ടവർക്കൊന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു മാറ്റം അതിൽ വരുത്തുകയാണെങ്കിൽ. ആ ടീച്ചറുടെ ഒരു വിഷമം കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ആരും മടിച്ചിരിക്കരുത് കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയണ ചിന്താഗതി ഇനിയാണോ, നിങ്ങൾക്ക് അത് ശരിയാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അമ്മമാർക്കായിരിക്കും കൂടുതൽ ഇതിലൊരു അറിവുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ടീച്ചറോ ആശാവർക്കറോ ആയിട്ട് വർക്ക് ചെയ്തവർക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.